3 മാസം എത്ര വേഗം കടന്നു പോയല്ലേ. മേരി, നാളെ നീ നസ്രത്തിലേക്ക് മടങ്ങിപ്പോകുമല്ലേ? എന്റെ കുഞ്ഞെ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ യഹോവേ, നാളെ നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. നിന്റെ പിതാവ്, നിന്റെ അമ്മ, ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആര് നിന്നെ വിശ്വസിക്കും? ആര് നിന്നെ മനസ്സിലാക്കും? ആരോട് നീ ഇതെല്ലാം പറയും? വേണ്ട മേരി, നീ ഈ അവസ്ഥയിൽ തിരികെ പോകണ്ട. ചാർച്ചക്കാരും എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തും. ഓർത്തിട്ട് എനിക്ക് മേരി, വേണ്ട മേരി, നീ പോകണ്ട. നീ ഇവിടെ നിൽക്ക, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിന്റെ കൈ കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കൂ? ഗർഭിണിയായി നിന്നെ അയാൾ സ്വീകരിക്കൂ? എന്റെ ദൈവമേ. നോക്ക്, ഇളയെന്ന് കരുതും പോലെ ഒന്നും ഒരനർത്ഥം എനിക്ക് സംഭവിക്കില്ല. ബദ്ധി എന്ന പഴികേട്ട് ഈ ചുവറുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായത് നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാനും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കാൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അവിടുന്ന് വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്നും വിശ്വസ്തനാണവൻ, വാക്കുമാറാത്തവൻ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ. ഇത് നിന്റെ കുഞ്ഞിന് അല്ല, പിറക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകന്. എന്ത് പറ്റി? നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? ഇതിപ്പോ 2-3 ദിവസം ആയല്ലോ. ഒന്നുമില്ലടോ, താൻ കിടന്നു. കൊള്ളാം. എന്നിട്ടാണോ വിശപ്പില്ല, ഉറക്കമില്ല? എന്താ പ്രശ്നം? ഒരു ചെറിയ ടെൻഷൻ. ആ സൈമന്റെ വീട് താമസമാണ് അടുത്ത ആഴ്ച. പണി അങ്ങോട്ട് നീങ്ങുന്നില്ല. എന്തിനാ ജോസഫെ കള്ളം പറയുന്നേ? പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്ത് പ്രശ്നം? ജെറുസലേം പള്ളിയിലെ പ്രശ്നമല്ലേ? അതെന്ത് പ്രശ്നം? മോനെ തിരിച്ചു കിട്ടിയില്ലേ? ഇല്ല. ജോസഫ് അങ്ങോട്ട് നോക്കിയേ. ഈ മനസ്സ് എന്നെക്കാളും നന്നായിട്ട് ആർക്കറിയാവുന്നേ? ജെറുസലേം ദേവാലയത്തിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇതല്ലേ എന്റെ അപ്പന്റെ വീടെന്ന് നമ്മുടെ മോൻ പറഞ്ഞപ്പോ വാഴ കുത്തിക്കേറിയത് ഈ നെഞ്ചിലാണെന്ന് എനിക്കറിയാം. അപ്പനല്ലല്ലോ തകർന്നു പോയത്.
വളർത്തത്തിനല്ലേ. എല്ലാം എന്റെ തെറ്റ. ഞാനതങ്ങോട്ട് മറന്നുപോയി. ഈ മനസ്സതങ്ങോട്ട് സമ്മതിക്കുന്നില്ലല്ലോ. നേരത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാലക്ക വരുമായിരുന്നു, വഴിയും പറഞ്ഞു തരും. പക്ഷെ ഇപ്പോ മേരി എന്റെ സ്വപ്നത്തിൽ മാലാക വരാറില്ല. എന്തിനാ ജോസഫ് ഇങ്ങനെ മാലാക വരുന്നേ? 1000 മാലാകമാരെ കാവലരിക്കുന്ന നമ്മുടെ മോൻ ഇവിടെ ഉള്ളപ്പോ. എനിക്കറിയാടോ, പക്ഷെ ഞാൻ ഒരു സാധാരണക്കാരനല്ലേ. ഇന്ന് വൈകുന്നേരം ഈശോന്റെ അടുത്ത് വന്നായിരുന്നു. അവൻ പറഞ്ഞു, സോറി അമ്മേ, ഞാനന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പന്റെ സങ്കടം ഞാൻ കണ്ടു. അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ അപ്പൻ എന്നോട് ഒന്നും മിണ്ടിയില്ല. എനിക്കും സങ്കടമായി. അമ്മ അപ്പനോട് പറയണേ, ഞാനിനി അപ്പനെയും വിട്ട് എങ്ങും പോവില്ലെന്ന്. ഇതെന്റെ പ്രോമിസാ. ജോസഫിന് ഓർമ്മയുണ്ടോ? ഈശോ ജനിച്ചപ്പോ അവന്റെ കുഞ്ഞ് കൈയും കാലൊക്കെ തൊട്ടു നോക്കിയിട്ട് താൻ പറഞ്ഞത്, ദൈവത്തിന്റെ കുഞ്ഞായിട്ടും ഈ കുഞ്ഞിന് ഒരു പ്രത്യേകതയില്ലല്ലോ, സാധാരണ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. അന്ന് ഞാനെന്താ പറഞ്ഞേ? ശരിയാണ്, ഇതൊരു സാധാരണ കുഞ്ഞാണ്. അതാണ് അവനെ സ്പെഷ്യൽ ആക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇയാളൊരു സാധാരണ അപ്പനല്ല, ഒരു സ്പെഷ്യൽ അപ്പനാണെന്ന്. മനസ്സിലായോ സ്പെഷ്യൽ അമ്മേ? അത് മറിച്ചിട്ട് ഈ നശിച്ച പിള്ളേര്. അവേ ഇവിടെ വന്നേ, ഇവിടെ വരാൻ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞു മുറ്റത്ത് പോയി കളിക്കാൻ. അമ്മാമേ, അവരെ എന്നെ ഓടിച്ചിട്ട്. മോനിങ് വന്നേ. വേദനിച്ചോ? സാരല്ല കേട്ടോ. അതെ, അമ്മമ്മ വലിയ ടെൻഷനില്ല. കല്യാണ വീടല്ലേ, കൊറേ വിരുന്നുകാരൊക്കെ നാളെ വരാനുള്ളതാ. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം. നിങ്ങളെ അപ്പുറത്ത് പോയി കളിച്ചോ. ചെല്ല. നീ അവരെ പുന്നാരിച്ചോ? ഞാൻ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. എന്റെ സലോമി താത്തി, മൂത്ത മോന്റെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇപ്പോഴേ തോറ്റെങ്കില് നാളെ കെട്ടാൻ പോകുന്നവന്റെ കുട്ടികൾ കൂടി വന്നു കഴിയുമ്പോ എന്തായിരിക്കും സ്ഥിതി? ലയ, കുറെ മക്കളുള്ളത് അനുഗ്രഹമാണോ? സങ്കീർത്തകൻ പറയുന്നില്ലേ, മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവരുണ്ടാവുന്നാൾ നിരക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരില്ല. എന്നിട്ടെന്താ, മേരിയുടെ അവനഴിയിൽ ഒറ്റമ്പല്ലേ ഉള്ളൂ. ഉള്ള ഒരാളാണെങ്കിൽ കല്യാണമൊന്നുമില്ലാതെ ആ കടപ്പുറത്ത് ചുറ്റി നടക്കുന്നുണ്ട്. ഞാനും അത് കേട്ടു മേരി. ജോസഫിന്റെ മരണശേഷം അവൻ എന്ത് നന്നായിട്ടാ കുടുംബം നോക്കിയേ. ഇപ്പൊ അവൻ എന്താ പറ്റിയേ? അവൻ വല്ലപ്പോഴും വീട്ടിൽ വരാറുണ്ടോ? എന്റെ മോൻ കല്യാണം വിളിക്കാൻ ചെന്നപ്പോ നിന്റെ മോൻ കടപ്പുറത്തെ പിള്ളേരുമായിട്ട് കമ്പനി അടിച്ച് നടക്കായിരുന്നു. അതത്ര നല്ല കൂട്ടല്ലെന്നാ മോൻ പറഞ്ഞേ. അവന് കുറെ സ്വപ്നങ്ങളുണ്ടോ. കുറച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലതും എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവന്റെ സ്വപ്നങ്ങൾക്ക് ഒരു ശരിയുണ്ട്. ആ ശരി ഈ നാട്ടുകാർക്ക് എന്ന് മനസ്സിലാവാനാണ്? എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എന്താ ജോഷോ? അതെ, ഒരു കാര്യമുണ്ട്. ആ പറഞ്ഞോ. അത് പിന്നെ ഇവരൊക്കെ നമ്മുടെ വീട്ടുകാരല്ലേ?
ഇവിടെ എന്ത് രഹസ്യം നീ പറയേ. അതെ, നീലിന്റെ കാര്യം പറയാനോ ഒരു കൽപ്പനയുടെ പകുതിയെ ഇനി നീലുള്ളൂ. ദൈവമേ, നാളെ ഇവിടെ പെരുമാറെ കൊണ്ട് നിറയും. ആരെ പറഞ്ഞു നീ എന്താകാനാ? നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അന്വേഷിച്ചു, ഒരിടത്തും കിട്ടാനില്ല. ഗണസ്വത്തിലേക്ക് ആളയച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര ദൂരം പോയി ഇനി എപ്പോ തിരിച്ചെത്താനാ? അവിടുത്തെ വൈൻ കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മുടെ കാണായിലെ വൈനല്ലേ ബെസ്റ്റ്. അത് കുടിക്കാനാ എല്ലാവരും വരുന്നത്. നാണക്കേടായല്ല. ഇതെന്തൊരു പരീക്ഷണമാണ്. ഈ വിധവയുടെ കണ്ണിന് നീ കാണുന്നില്ല. സലോമ എന്തിനാ വിഷമിക്കുന്നേ? സരത്തായിലെ വിധവയുടെ അടുത്തേക്ക് ദൈവം ഒരു എളിയായി അയച്ചില്ലേ? കലത്തിലെ മാവും കുടത്തിലെ എണ്ണയും പിന്നെ ഒരിക്കലും തീർന്നു പോയില്ലല്ലോ. അതുപോലെ ഈ വീട്ടിലും വേണ്ടി ഒരിക്കലും തീർന്നു പോവില്ല. നാളെ കല്യാണത്തിന് എന്റെ മോനും കൂട്ടുകാരും വരുന്നില്ലേ? എല്ലാം ശരിയാകും. അതെ, ഇവിടെ എത്ര ആഭരണങ്ങളുണ്ട്? 6 അത് ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറക്കാനാണോ? അത് കഴുകി വൃത്തിയാക്കി വെച്ചു. ആ പിന്നെ വെള്ളം നിറയ്ക്കണ്ട. ഇതാരോടും പറയണ്ട. ഇപ്പൊ എത്ര നേരമായി? ആളെന്ന് പറഞ്ഞതേ രാവിലെ തുടങ്ങിയ പ്രസംഗമാണെന്ന്. ഇന്നിനി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. എത്ര കാത്തിരുന്നാലും വേണ്ടില്ല, ഇന്ന് അവനെയും കൊണ്ടേ വീട്ടിൽ പോകുന്നുള്ളൂ. അവനെന്തെങ്കിലും കഴിച്ചു ആവോ? എവിടെ കഴിക്കാൻ? അവൻ അപ്പം ഉണ്ടാക്കി കണ്ട നാട്ടുകാരെ മുഴുവൻ തീറ്റിച്ച് നടക്കല്ലേ. മേരി, നീ അവന്റെ കോലം കണ്ടായിരുന്നോ? കഷ്ടം. അങ്കിളേ, അത് നല്ല കാര്യമല്ലേ? വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും കണ്ണുമുട്ടന് കാഴ്ച നൽകുന്നതും എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം സ്വന്തം കുടുംബം നോക്കണം. അവന്റെ ഈ അമ്മ ഒറ്റക്കല്ലേ? അവന്റെ അപ്പൻ എത്ര നന്നായി കൊണ്ടുപോയിരുന്ന കടയാണ്, അത് കൂട്ടിയില്ലേ? അപ്പനും മോനും നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും പണിയുണ്ടായിരുന്നു. ഒരു ദിവസം അതെല്ലാം വേണ്ടാന്ന് വെച്ച് മരുഭൂമി പോയി പട്ടിണിയാണ്. പിന്നെ കടപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. വേറെ കുറെ മണ്ടന്മാര് വീടും പണി ഉപേക്ഷിച്ച് അവന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇനി അവരുടെ വീട്ടുകാരുടെ കൂടി തെറി കേൾക്കണമല്ല. എടോ രൂപൻ, സമാധാനപ്പെടും. മേരി, നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. ഈ നാട്ടുകാർ മുഴുവൻ ഇവനോടല്ല വന്ന് ചോദിക്കുന്നേ. അതിന്റെ തെണ്ണോട് ഈശോ കാരണം കുറെ പേർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പേരെ വനക്കാനെ തടിച്ചുകൂടും. പക്ഷെ എന്റെ വിഷയം അതല്ല. ഈശോ എന്തിനാണ് ഫരിസേരുടെ പുരോഹിതന കാലത്തിൽ ഇടപെടുന്നത്? ഇതേ കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ പോയി കച്ചവടക്കാരൻ മുഴുവൻ തല്ലി ഓടിച്ചു. ഉപവാസം വേണ്ട, സാപത്ത് വേണ്ട, ശുദ്ധീകരണം വേണ്ട. എന്ത് പൊട്ടത്തരങ്ങളല്ല ഞാൻ പഠിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യങ്ങളല്ലേ പള്ളിക്കാർ വെറുത്തിരിക്കോ? പള്ളിക്കാരെ മാത്രമല്ല, രാജാവിനെ വെറുപ്പിച്ചു. രാജാവിനെ കുറുക്കനെന്നാ വിളിച്ച്. തല പോണ കേസല്ലേ. നമ്മുടെ യോഹനൻ, അവൻ എന്തിനാ രാജാവിനെ വെല്ലുവിളിച്ചേ? അവന്റെ തല പോയില്ലേ? ആ ചോരമണ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. നമ്മുടെ കുടുംബത്തിന് എന്താ പറ്റിയേ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അമ്മേ, സുഖമാണോ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു മോനെ. മക്കളെ, നിങ്ങൾ സുഖായിരിക്കുന്നോ? എന്തൊക്കെയാണ് വിശേഷം? വിശേഷം അവിടെ നിൽക്കട്ടെ. ജോണെ, പോയ കാര്യം എന്തായി? അമ്മേ, അത് ഇന്ന് കുറെ അധികം രോഗികൾ വന്നിട്ടുണ്ട്. പലരും വളരെ ദൂരത്തു നിന്നാണ്. അപ്പോ ഈ തിരക്കിനിടയിൽ ഈശോയുടെ അടുത്ത് ജോണെ, എന്തിനാ ഇനി വളച്ചിട്ട് പറഞ്ഞു? ഇത് നമ്മുടെ അമ്മയല്ലേ? അമ്മേ, ഞാൻ ഈശോനെ കണ്ടു. അമ്മ ഒന്ന് കാര്യം പറഞ്ഞു. അപ്പോ ഈശോ പറഞ്ഞത്
ഏത് അമ്മയും സഹോദരങ്ങളും? എൻ്റെ മുമ്പിലിരിക്കുന്നവരില്ലേ, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. രാവിലെ മുതൽ ഇവരിവിടെ ഇരുന്ന് വചനം കേൾക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരെല്ലാം എൻ്റെ അമ്മയും സഹോദരങ്ങളെന്നാണ് ഈശോ പറഞ്ഞത്. എല്ലാവർക്കും സന്തോഷമായില്ലേ? അവനിപ്പോ സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. വട്ടാണ് അവന്, വട്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായ നാട്ടുകാര് വെറുതെ അല്ല പറയുന്നത്. ഇത് കാണിച്ചു തരാനാണ് മേരിയെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തൃപ്തിയായില്ലേ? രൂപ, ഇത്ര ദേഷ്യപ്പെടാൻ അവിടെ എന്താ സംഭവിച്ചേ? എന്റെ മോൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ അപ്പനും അമ്മയും എന്നെ ദേവാലയത്തെ കൊണ്ടുപോയി ആക്കുമ്പോൾ എനിക്ക് 5 വയസ്സേ ഉള്ളൂ. അന്ന് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. മോളെ, ഇത് നീ ജനിക്കാൻ വേണ്ടി ദൈവത്തിന് കൊടുത്ത പ്രോമിസാണ്. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഞാൻ ആ രാത്രി ഉറങ്ങിയില്ല, കുറെ കരഞ്ഞു. പിറ്റേന്ന് ഗുരു ഷിമിയോൻ പറഞ്ഞു, മോളെ, നിന്റെ കണ്ണീര് ദൈവത്തിന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ കുട്ടിക്കാലം മുഴുവൻ ദൈവത്തിന്റെ ഇഷ്ടമായി. പിന്നെ എന്റെ യൗവനം അതും മാലാഖ കൊണ്ടുവന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിന് കൊടുത്തു. 9 മാസമാണ് ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ഈ വയറ്റിൽ കൊണ്ടു നടന്നത്, പ്രസവിച്ചത്, വളർത്തിക്കൊണ്ടുവന്നത്. ആ ഇഷ്ടമാണ് അകത്തിരിക്കുന്നത്. ലോകം മുഴുവൻ കാണേണ്ട ഘട്ടത്തെ എന്റെ കൊച്ചു കോരയിൽ ഒതുക്കാൻ ഞാൻ അത്ര ചെറുതായി പോയിട്ടില്ല. നസ്രത്തിലെ ഈ വട്ടന്റെ പേരിലായിരിക്കും ഈ അമ്മ അറിയപ്പെടാൻ പോകുന്നത്. ജിസേ, ആ കുട്ടിയെടുത്തേ. ജോണേ, വീട്ടിലുണ്ടാക്കിയത് എല്ലാവർക്കും ഉള്ളതുണ്ട്, മറക്കാതെ കഴിക്കണേ. ഇതെന്റെ മോന് കൊടുത്തേക്കണേ. പേടിക്കണ്ട, ഇത് അമ്മയാണ്. അമ്മയോ? നിങ്ങളെന്താ ഇട്ടത്തിരിക്കുന്നേ? ജോണി, ആ വിളക്കെല്ലാം തെളിച്ചേ. മക്കളെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? പീറ്ററെ, നീ ഇങ്ങനെ തളർന്നു പോയാൽ എന്ത് ചെയ്യും? നീയല്ലേ ഇവരെ ശക്തിപ്പെടുത്തേണ്ടത്. ഞാൻ തോറ്റുപോയത്. മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ തള്ളിപ്പറയില്ല. എന്ത് അഹങ്കാരത്തോടെയാണ് ഞാനത് പറഞ്ഞത്. എന്നിട്ട് വേലക്കാരി പെണ്ണിന്റെ മുമ്പിൽ ഞാൻ വീട് പോയത്. ആരാണ് വീഴാതെ? ഈശോ എന്തിനാ ദൗർത്തപുത്രന്റെ കഥ പറഞ്ഞേ? നീ എന്തൊക്കെ ചെയ്താലും സാരമില്ല, വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന് പറയാനല്ലേ? എടോ, തന്നെ പാറ എന്ന ഈശോ വിളിച്ച് ഇങ്ങനെ പതറല്ലേ? ഞാനും പതറിപ്പോയമ്മേ. ലാസറ് സുഖമില്ലാത്ത കിടപ്പിലാണെന്ന് അറിഞ്ഞപ്പോ ഈശോ അവനെ കാണാൻ ആഗ്രഹിച്ചു. അപ്പോ ഇവരെല്ലാവരും പറഞ്ഞതാ, ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട, ഈശോയുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന്.
പക്ഷെ ഞാൻ ഹീറോയിസം കാണിച്ചു. വാ, നമുക്ക് അവളൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ അവൻ മാത്രം അവൻ മാത്രം എന്റെ പൊട്ടബുദ്ധി ഓവർ കോൺഫിഡൻസുമാണ് ഈശോയെ കൊന്നത്. അങ്ങോട്ട് പോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. തോമസിന് കേൾക്കണോ? യേശു ജനിച്ചപ്പോ അവനെ കാണാൻ 3 ജ്ഞാനികൾ വന്നിരുന്നു. അവരിൽ ഒരാൾ കൊണ്ടുവന്ന സമ്മാനം എന്താണെന്നറിയോ? മീറ. ഒരു കുഞ്ഞിന്റെ പിള്ളക്കച്ചയിൽ ആരെങ്കിലും മീറ ഇടോ? അത് ശവക്കച്ചയിൽ പൊതിയാനുള്ളതല്ലേ? ജനിച്ചപ്പോ തന്നെ മരണത്തിന്റെ സമ്മാനം കിട്ടിയവനാ എന്റെ മോൻ. കുരിശവന്റെ കൂടപ്പിറപ്പാടോ? അത് നിങ്ങളുടെ ആരുടെയും തെറ്റല്ല, ദൈവത്തിന്റെ ശരിയാണ്. എന്നാലും ഈശോ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു കളഞ്ഞു. പലതവണ ഈശോ പറഞ്ഞതായിരുന്നു അറസ്റ്റും പീഡനവും ഒക്കെ ഉണ്ടാവുന്നു. പക്ഷെ മരണം എങ്ങനെ കണക്കൂട്ടി നോക്കിയിട്ടും ടാലി ആവുന്നില്ല. മാത്യു, എന്റെ മോന് കണക്കറിയാത്തത് കൊണ്ടല്ലേ നിന്നെ കൂട്ടത്തിൽ ചേർത്തത്. എന്തെങ്കിലും അവന്റെ കണക്ക് ശരിയായിട്ടുണ്ടോ? കാനായിലെ വിരുന്നിന് 600 ലിറ്റർ വൈനാണ് ഉണ്ടാക്കിയത്. ആ നാട്ടുകാർ 1 മാസം മുഴുവനും കുടിച്ചിട്ട് അത് തീർന്നില്ല. അപ്പം വർദ്ധിപ്പിച്ചപ്പോ 12 കൊട്ട ബാക്കി വന്നില്ലേ? 1 മണിക്കൂർ പണിയെടുത്തവനും 10 മണിക്കൂർ പണിയെടുത്തവനും ഒരേ കൂടി കൊടുക്കാനല്ലേ അവൻ പഠിപ്പിച്ചേ. നമ്മളെ നോക്കുമ്പോ പലതിനും ലോജിക്കില്ലടോ. പക്ഷെ അതാണ് ദൈവരാജ്യത്തിന്റെ ലോജിക്ക്. ദൈവരാജ്യത്തിൽ മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്ത ആളാണ് ഞാൻ അത്ര അംബീഷ്യസ് ആണ്. അന്ന് ഈശോ ചോദിച്ചതാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിന്ന് കുടിക്കാൻ പറ്റുമോ എന്ന്. പാനപാത്രമല്ലേ കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആ പാനപാത്രം മരണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവനില്ലാത്ത ഭൂമിയിൽ ഞങ്ങൾ എന്തിനാ? എല്ലാം തീർന്നില്ലേ? ഈ സംഭവം ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈശോയ്ക്ക് അന്ന് 12 വയസ്സ്. ജെറുസലേം ദേവാലയത്തിലേക്ക് ഒരു യാത്ര നടത്തി. അന്ന് ജോസഫുണ്ട്. കസിൻസും അയൽവാസികളും ഒക്കെ ചേർന്ന് വലിയൊരു സംഘം. ദേവാലയത്തിൽ ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ദേവാലയത്തിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വഴിയാണല്ലോ. തിരിച്ചു വരുമ്പോൾ 2 വഴിക്കാ വന്നത്. പൊതുവഴിയിൽ എത്തിയപ്പോഴാ മനസ്സിലായി ഈശോയെ കാണാനില്ല. പിന്നെ നെഞ്ചി പെടഞ്ഞ ഓട്ടമാണ്. അപ്പനും ഞാനും കൂടി തിന്നതെടുത്ത തീക്ക് കണക്കില്ല. 3-ാമത്തെ ദിവസം അവനെ കണ്ടുകിട്ടി. അവനെ ഞാൻ നന്നായി വഴക്ക് പറഞ്ഞു. അന്ന് അവൻ തന്നൊരു പ്രോമിസ് ഉണ്ട്, ഇനി ഞങ്ങളെ വിട്ടു പോകില്ലെന്ന്. മക്കളെ, എന്റെ മോന് 3 ദിവസത്തിൽ കൂടുതൽ മാറി നിൽക്കാൻ പറ്റില്ല. അവൻ തിരിച്ചു വരും. ഒന്നും തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ.